ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമിക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാനേജറിയൽ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിൽ സെക്കൻഡ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ടല്ല തരിക, ഒരു ടോപ്പിക്കാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന മൊഡ്യൂളാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് ലോ ഓഫ് ഡിമാൻഡ് എന്താണ് എന്നുള്ളതാണ്. ഇപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ലോ ഓഫ് ഡിമാൻഡ് ഷോസ് ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഇൻ ദി മാർക്കറ്റ്. ഒരു കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡും അതിൻ്റെ പ്രൈസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം നമ്മൾ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ, പ്രൈസ് ഫാൾ ചെയ്യുമ്പോൾ, പ്രൈസ് കുറയുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതേപോലെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊരു ലോ ആണ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും എന്നുള്ളത്. അപ്പോൾ എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എഴുതാം. ഓക്കെ, അടുത്തത് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് യൂട്ടിലിറ്റി എന്നുള്ളതും എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ളത് നമ്മൾ പഠിക്കണം. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി റെഫേഴ്സ് ടു ദി യൂസ്ഫുൾനെസ് ഓർ എൻജോയ്മെൻറ്റ് ഓഫ് എ കൺസ്യൂമർ ക്യാൻ ഗെറ്റ് ഫ്രം എ സർവീസ് ഓർ ഗുഡ്സ്. ഒരു ഗുഡ്സിൽ നിന്ന്, ഒരു ഗുഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സർവീസിൽ നിന്ന് ഒരു കൺസ്യൂമറിന് കിട്ടുന്ന അതിൻ്റെ യൂസ്ഫുൾനെസ്സിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്ര എഴുതിയാൽ മതി എന്താണ് യൂട്ടിലിറ്റി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ. ഇനി പലപ്പോഴും എക്സാമിന് കണ്ടിട്ടുള്ളതാണ് എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി. Marginal utility is the utility gained by consuming an additional unit of a service or good. ഒരു ഗുഡ്സ്, ഒരു സർവീസോ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കൺസ്യൂം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം വീണ്ടും അഡീഷണൽ ആയിട്ട് ഒന്നുകൂടിയും അതേ ഗുഡ്സ് തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയെയാണ് എന്ത് പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതാം. എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ദാഹിച്ച് നിൽക്കുന്ന ഒരാൾ ഫസ്റ്റ് ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ആദ്യത്തെ ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ അയാൾക്ക് കിട്ടിയ യൂട്ടിലിറ്റി 15 വിചാരിക്കാം. രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ അയാൾക്ക് കിട്ടിയ യൂട്ടിലിറ്റി 25. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിച്ചപ്പോൾ അയാൾക്ക് കിട്ടിയ യൂട്ടിലിറ്റി എത്രയാണ്, 10 അല്ലേ. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 10 വരുന്നത്. അഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന യൂട്ടിലിറ്റിയെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇനി യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് കൺസെപ്റ്റാണ് പഠിക്കാനുള്ളത്. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റിയും അതേപോലെ ഓർഡിനൽ യൂട്ടിലിറ്റിയും. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി മെഷറബിൾ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്ടിലിറ്റിയെ നമുക്ക് അളക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി പ്രകാരം എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി പറയുന്നത്? ദാറ്റ് യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ജസ്റ്റ് ആസ് ഹൈറ്റ്, വെയ്റ്റ്, ലെങ്ത്, ടെമ്പറേച്ചർ എക്സെട്ര. നമ്മൾ ഈ വെയ്റ്റും ലെങ്ത്തും ടെമ്പറേച്ചറും ഒക്കെ അളക്കുന്നത് പോലെ യൂട്ടിലിറ്റിയെയും നമുക്ക് അളക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതിനെ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അക്കോർഡിംഗ് ടു എ കാർഡിനൽ യൂട്ടിലിറ്റി, ദ യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ കാർഡിനലി ഓർ ക്വാണ്ടിറ്റേറ്റീവ്ലി. അപ്പോൾ അതൊരു എണ്ണം പോലെ അല്ലെങ്കിൽ ഒരു നമ്പർ എന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ അളക്കാൻ പറ്റും എന്ന് ഉണ്ട് എങ്കിൽ അതിന് നമ്മൾ കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി? സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റിയെ അളക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് കാർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. ഇനി കാർഡിനൽ യൂട്ടിലിറ്റിയുടെ അസംഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ അസംഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി, അപ്പോൾ അത് ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, ഫസ്റ്റ്, യൂട്ടിലിറ്റി ഈസ് മെഷറബിൾ ഇൻ ന്യൂമറിക്കൽ ടേംസ്. ന്യൂമറിക്കൽ ടേംസിൽ യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ദെൻ എവറി കൺസ്യൂമർ ഈസ് റാഷണൽ. കൺസ്യൂമർ എന്താണ്, റാഷണൽ ആണ് എന്ന് വെച്ചാൽ നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണ് കൺസ്യൂമേഴ്സ് എന്നുള്ളത്.
then every rational consumer intended to maximize his or her satisfaction from his or her money income. അപ്പോൾ റാഷണൽ കൺസ്യൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ഇൻകം കൊണ്ട് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ദെൻ അപ്പോൾ എന്താണ് റാഷണൽ കൺസ്യൂമർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ്. അപ്പോൾ 1, 2, മൂന്നാമത്തെ പോയിന്റ്, ദ കൺസ്യൂമർ ഹാസ് ലിമിറ്റഡ് ഇൻകം ടു സ്പെൻഡ് ഓൺ ദി ഗുഡ്സ് ആൻഡ് സർവീസ് ഹി ഓർ ഷീ ചൂസ് ടു കൺസ്യൂം. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ സ്പെൻഡ് ചെയ്യാനുള്ള ഇൻകം ലിമിറ്റഡ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, യൂട്ടിലിറ്റി ഗെയിൻഡ് ഫ്രം ദി സക്സസീവ് യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി ഗോസ് ഓൺ ഡിമിനിഷിങ്. ഒരു കമ്മോഡിറ്റി തുടർച്ചയായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി കുറഞ്ഞു വരും എന്നുള്ളൊരു അസംഷൻ ഉണ്ട്. നമ്മളൊരു സാധനം ഇപ്പോൾ കഴിച്ചു അപ്പോൾ തന്നെ വീണ്ടും ആ ഒരു കമ്മോഡിറ്റി വീണ്ടും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്ടിലിറ്റി എന്ത് ചെയ്യും? ഓരോന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി കുറഞ്ഞു വരും. ഓക്കെ, അതുകൊണ്ടാണ് സക്സസ് എന്നുള്ള വേർഡ് അവിടെ ചേർക്കാൻ കാരണം. ഓക്കെ, ദ നെക്സ്റ്റ്, ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമൈൻ കോൺസ്റ്റൻറ്റ്. ഈ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണിയുടെ മാർജിനൽ യൂട്ടിലിറ്റി എന്താണ്? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ദെൻ യൂട്ടിലിറ്റീസ് ആർ ഇൻഡിപെൻഡൻറ്റ്. യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ദെൻ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസ് കൺസ്യൂംഡ് ബൈ എ കൺസ്യൂമർ ക്യാൻ ബി ആഡഡ് ടുഗദർ ടു ഒബ്റ്റെയിൻ ദി ടോട്ടൽ യൂട്ടിലിറ്റി. ഇപ്പോൾ കൺസ്യൂമറിന് ടോട്ടൽ യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഒരു ഗുഡ്സ് മാത്രമല്ല, വേരിയസ് ഗുഡ്സോ സർവീസോ ഉപയോഗിക്കുന്നതിനോട് കൂടിയിട്ട് ആ എല്ലാത്തിൻ്റെയും യൂട്ടിലിറ്റി എത്രയാണ്, ടോട്ടൽ എത്രയാണ് എന്നുള്ളതും കൂടി കൺസ്യൂമറിന് അത് അളക്കാൻ പറ്റും എന്നതുകൂടി ഇതിൻ്റെ ഒരു അസംഷനാണ്. അപ്പോൾ അസംഷൻസ് ആണ് ഇത് പഠിക്കുക. അസംഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തിയറി, ഒരു അസംഷൻസിൻ്റെ ബേസിസിലാണ് തിയറി തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു തിയറി അവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അസംഷൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ അസംഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ എന്താണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി സ്റ്റേറ്റ് ദാറ്റ് ആസ് എ കൺസ്യൂമർ കൺസ്യൂം മോർ ആൻഡ് മോർ ഓഫ് എ കമ്മോഡിറ്റി. ഒരു കൺസ്യൂമർ കൂടുതൽ കമ്മോഡിറ്റി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കമ്മോഡിറ്റി എന്താണ്? മോർ ആൻഡ് മോർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ബൈ ഹിം ഫ്രം എവറി സബ്സീക്വൻറ്റ് യൂണിറ്റ് ഗോസ് ഓൺ ഫാളിങ്. അപ്പോൾ അത് ഒരു കൺസ്യൂമർ ഒരു കമ്മോഡിറ്റി യൂസ് ചെയ്യണം, അപ്പോൾ തന്നെ വീണ്ടും ആ കമ്മോഡിറ്റി തന്നെ വീണ്ടും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു കമ്മോഡിറ്റി ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എന്താകും? കുറയും എന്നുള്ളതാണ്. അപ്പം മുന്നത്തെ അപേക്ഷിച്ചിട്ട് ആദ്യം കഴിക്കുന്നതിൻ്റെ അത്ര യൂട്ടിലിറ്റി തന്നെ രണ്ടാമത് കഴിക്കുമ്പോൾ കിട്ടില്ല എന്നാണ് പറയുന്നത്. ഈച്ച് സക്സസീവ് യൂണിറ്റ് ഗിവ് ഹിം ലെസ്സർ ആൻഡ് ലെസ്സർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഓരോന്നും അഡീഷണൽ ആയിട്ട് കഴിക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ അത് കുറഞ്ഞ് വരും. ഇൻ അതർ വേർഡ്സ്, ദ ടോട്ടൽ യൂട്ടിലിറ്റി ഗോസ് ഓൺ ഇൻക്രീസിങ് ബട്ട് എ ഡിമിനിഷിങ് റേറ്റ്. ടോട്ടൽ യൂട്ടിലിറ്റി കൂടും, പക്ഷേ അത് കൂടുന്നത് എന്തിലാകും? ഡിമിനിഷിങ് റേറ്റിലാണ് കൂടുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു കമ്മോഡിറ്റി കഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയ യൂട്ടിലിറ്റി 15 ആണ്. സെക്കൻഡ് നമുക്ക് കഴിച്ചപ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി 25 ആണ്. തേർഡ് നമുക്ക് കഴിച്ചപ്പോൾ അതേ കമ്മോഡിറ്റി തന്നെ മൂന്നാമത്തെ വട്ടം കഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയ യൂട്ടിലിറ്റി 30 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്? ഡിമിനിഷിങ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ 15 അല്ലേ, ഫസ്റ്റ് എത്രയാണ്? 15. പിന്നെ നമുക്ക് അടുത്ത യൂണിറ്റ് അല്ലെങ്കിൽ അടുത്ത കമ്മോഡിറ്റി അപ്പോൾ തന്നെ കഴിച്ചപ്പോൾ, അടുത്ത കമ്മോഡിറ്റി ഇല്ല, ഒരു വട്ടം കൂടി കഴിച്ചപ്പോൾ നമുക്ക് അതിൻ്റെ യൂട്ടിലിറ്റി എത്ര കിട്ടിയത്? 10. പിന്നെ എത്രയാണ്? 5 ആണ്. അപ്പോൾ കൂടുന്നുണ്ട്, ടോട്ടൽ യൂട്ടിലിറ്റി കൂടുന്നുണ്ട്, ബട്ട് എന്തിലാണ്? ഡിമിനിഷിങ് റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇതെന്ത് ചെയ്യുക? ഒരു ഷെഡ്യൂൾ വരയ്ക്കുക. ഷെഡ്യൂൾ വരച്ചിട്ട് അതിൻ്റെ ഒരു ഗ്രാഫും നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി ഒക്കെ വരച്ചിട്ട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു ടോപ്പിക്കാണ് കൺസ്യൂമർ സർപ്ലസ്. കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ there are certain commodities which are highly useful but they are relatively cheap. ഇപ്പോൾ ചില കമ്മോഡിറ്റി ഉണ്ട്, അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്, പക്ഷെ അതിൻ്റെ വില വളരെ ചീപ്പാകും. ഓക്കെ, ലൈക്ക് ന്യൂസ് പേപ്പറിന് 4-5 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ, പക്ഷെ അതെന്താണ്? നമുക്ക് വർക്ക്ഫുൾ ആണ് അല്ലേ, നല്ല അത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്.
അതുപോലെ സാൾട്ട്, മാച്ച് ബോക്സ് അല്ലേ, ഉപ്പ് നോക്കാം. ഉപ്പ് ചിലപ്പോൾ 5 രൂപ 10 രൂപയൊക്കെ നമുക്ക് ഉപ്പ് കിട്ടും. പക്ഷെ ഉപ്പ് ഇല്ല എങ്കിൽ ആ ഭക്ഷണം തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, നന്നാവില്ല. അപ്പോൾ അതുകൊണ്ട് ചില കമ്മോഡിറ്റീസ് ഉണ്ട്, അതിൻ്റെ വില ചീപ്പാണെങ്കിലും അതിൻ്റെ യൂട്ടിലിറ്റി ചിലപ്പോൾ നമ്മൾ ആ വിലനേക്കാൾ കൂടുതൽ ചിലപ്പോൾ എന്ത് ചെയ്യും, യൂട്ടിലിറ്റി ഉണ്ടാകും. ഓക്കെ, എക്സാമ്പിളാണ് ന്യൂസ് പേപ്പർ, സാൾട്ട്, മാച്ച് ബോക്സ്, പോസ്റ്റ് കാർഡ് എക്സെട്ര ആർ സം classic good examples. For these commodities, we are often prepared to pay higher price than that we actually pay. നമുക്ക് ചിലപ്പോൾ നമുക്കതിന് യൂട്ടിലിറ്റി നമ്മൾ പേ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും. ചിലപ്പോൾ 10 രൂപക്ക് ഒരു പാക്കറ്റ് ഉപ്പ് കിട്ടുമെങ്കിലും പോലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി ചിലപ്പോൾ 20, 30, 40 ഒക്കെ യൂട്ടിലിറ്റി ഉണ്ടാവാം. ഓക്കെ, എന്നുവെച്ചാൽ നമ്മൾ ഇത്ര അതിന് കൊടുക്കാൻ വില്ലിങ് ആണ്. 10 രൂപയ്ക്ക് ഒരു സാധനം കിട്ടുകയാണെങ്കിൽ പോലും അതിന് നമ്മളിപ്പോൾ 30 രൂപ കൊടുക്കാൻ വില്ലിങ് ആണ്. 30 രൂപ കൊടുത്താലും പ്രശ്നമില്ല എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. ദിസ് വി ഗെറ്റ് എക്സ്ട്രാ ഓർ സർപ്ലസ് സാറ്റിസ്ഫാക്ഷൻ ഓവർ ആൻഡ് അബോവ് ദ പ്രൈസ് വി പേ. ദിസ് ഈസ് കോൾഡ് കൺസ്യൂമർ സർപ്ലസ്. അപ്പോൾ നമ്മൾ ഒരു ഗുഡ്സ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ ഉപ്പ് തന്നെ വിചാരിക്കാം. ഒരു പാക്കറ്റ് ഉപ്പ് 10 രൂപയാണ് അതിൻ്റെ വില. പക്ഷെ നമ്മൾ ഈ 10 രൂപേൻ്റെ ഉപ്പിന് നമുക്ക് 30 രൂപ കൊടുത്തു കഴിഞ്ഞാലും നമുക്കൊരു നഷ്ടമില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി എത്രയാണ്, 30 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുക്കുന്നത്, 10 രൂപയല്ലേ കൊടുക്കുന്നത്. എക്സ്ട്രാ എത്ര കൊടുക്കാൻ നമ്മൾ വില്ലിങ് ആണ്, 30 രൂപ വരെ കൊടുക്കാൻ വില്ലിങ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പ്രൈസിനേക്കാൾ കൂടുതൽ എത്ര കൊടുക്കുന്നുണ്ട്, 20 എന്താകും, കൺസ്യൂമർ സർപ്ലസ് ആകും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. We get extra or surplus satisfaction over and above the price we pay. That is called consumer surplus. അപ്പോൾ കൺസ്യൂമർ സർപ്ലസ് എന്താണെന്ന് ആ ഒരു ഷെഡ്യൂൾ വരയ്ക്കുക, അതിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് നിങ്ങൾക്കറിയാം അല്ലേ, ഇങ്ങനെ ഉള്ളൊരു ഗ്രാഫ് ഉണ്ടാകും. അപ്പോൾ അതിന് ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ട് ഇവിടെ കൺസ്യൂമർ സർപ്ലസ് എന്നുള്ളൊരു ഗ്രാഫ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത് സിമ്പിളായിട്ടൊന്ന് വരച്ച് ഞങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. എന്താണ് കൺസ്യൂമർ സർപ്ലസ്? കൺസ്യൂമർ സർപ്ലസ് ഈസ് ഈക്വൽ ടു വാട്ട് വി ആർ പ്രിപ്പയർഡ് ടു പേ. നമ്മൾ എത്രയാണ് അതിന് കൊടുക്കാൻ വില്ലിങ് ആയിട്ടുള്ളത്. ഇപ്പോൾ 30 നമ്മൾ കൊടുക്കാൻ വില്ലിങ് ആയിട്ടുള്ളത് നോക്കാം. വാട്ട് വി ആക്ച്വലി പേ, നമ്മൾ എത്രയാണ് വി ആക്ച്വലി പേ ചെയ്തിട്ടുള്ളത്, 10 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ കൺസ്യൂമർ സർപ്ലസ് എന്താകും, 20 ആകും കൺസ്യൂമർ സർപ്ലസ്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് കാർഡിനൽ യൂട്ടിലിറ്റി എന്താണ് നമ്മൾ പഠിച്ചു. 2 ടൈപ്പ് യൂട്ടിലിറ്റി കൺസെപ്റ്റ് ആണ്, ഒന്ന് കാർഡിനൽ, മറ്റൊന്ന് ഓർഡിനൽ. ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ യൂട്ടിലിറ്റി നമുക്ക് ന്യൂമറിക്കൽ ടേംസിൽ മെഷർ ചെയ്യാൻ സാധിക്കാതിരിക്കുന്നതിനെയാണ് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അക്കോർഡിംഗ് ടു ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണിത് ഓർഡിനൽ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി ഈസ് നോട്ട് മെഷറബിൾ ഇൻ കാർഡിനൽ നമ്പേഴ്സ്. ഒരു നമ്പറിൽ നമുക്ക് യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് മെഷറബിൾ ഓർഡിനലി എന്താണല്ലോ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അത് നല്ലതാണ്, എക്സലൻ്റ് ആണ്, ഗുഡ് ആണ്, അല്ലെങ്കിൽ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. ദിസ് ഈസ് മീൻസ് യൂട്ടിലിറ്റി ഈസ് മെഷേർഡ് ആസ് ദ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് നോട്ട് ദ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. സാറ്റിസ്ഫാക്ഷൻ്റെ ഒരു എമൗണ്ട് പറയാൻ പറ്റില്ല. നമുക്ക് പറയാം ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ്, ആവറേജ് ആണ്, അല്ലെങ്കിൽ ബിലോ ആവറേജ് ആണ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, സാറ്റിസ്ഫാക്ഷനെ പറയാം. Consumer can only say whether good or a combination of goods give him or her greater, less or equal satisfaction. ഓക്കെ, അപ്പോൾ കൺസ്യൂമറിന് എങ്ങനെ പറയാൻ പറ്റുള്ളൂ, അതിന് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ നോർമലാണ്, ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ്, അല്ലെങ്കിൽ കുറച്ച് സാറ്റിസ്ഫാക്ഷനെ കിട്ടുന്നുള്ളൂ, സാറ്റിസ്ഫൈഡ് ആണ്, അങ്ങനെ രീതിയിലാണ് അതിനെ മെഷർ ചെയ്യാൻ സാധിക്കുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. So one can simply rank the goods or combination of goods in order to the preference. അപ്പോൾ പ്രിഫറൻസ് നമുക്ക് പറയാം, ഇത് ബെറ്റർ ആണ് അല്ലേ, ഇതിനേക്കാൾ നല്ലത് ഇതാണ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയും. ഓർഡിനൽ യൂട്ടിലിറ്റി എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട് എക്സാമിന്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് അറിയാം അല്ലേ, നിങ്ങളൊക്കെ നമ്മൾക്ക് ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് റീകോൾ ചെയ്യുക. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ടോപ്പിക്കാണ്. അത് പല രീതിയിൽ അതിനെ പല ഗുഡ്സിൻ്റെ കേസിൽ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാം.
ഓക്കെ, അപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ഓൾ കോമ്പിനേഷൻ ഓഫ് 2 ഓർ മോർ ഗുഡ്സ്, അപ്പോൾ ഇൻഡിഫറൻസ് കർവ് ഉണ്ടാവും അവിടെ 2 ഗുഡ്സ് എങ്കിലും മിനിമം വേണം. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് 2 2 ഗുഡ്സോ 2 ഗുഡ്സിൻ്റെ കോമ്പിനേഷനോ അല്ലെങ്കിൽ 2 കൂടുതൽ ഗുഡ്സിൻ്റെ ഒരു കോമ്പിനേഷൻ കിട്ടുന്നത് എന്താണ്? സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പോൾ 2 ഗുഡ്സ് ഉണ്ട്, ആ 2 ഗുഡ്സിൻ്റെ കോമ്പിനേഷനിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്താണ്? സെയിം ലെവൽ സാറ്റിസ്ഫാക്ഷൻ ആണ് എങ്കിൽ ദ കൺസ്യൂമർ ഗിവ് ഈക്വൽ പ്രിഫറൻസ് ടു ഓൾ സച്ച് കോമ്പിനേഷൻ. കൺസ്യൂമേഴ്സ് എല്ലാ കോമ്പിനേഷനും ഈക്വൽ പ്രിഫറൻസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈക്വൽ യൂട്ടിലിറ്റി ആണ് കിട്ടുന്നത്. ഇൻ സച്ച് എ സിറ്റുവേഷൻ ദ കൺസ്യൂമർ ഡസ് നോട്ട് ബോദർ അബൌട്ട് ദി സെലക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ കോമ്പിനേഷൻ. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഇപ്പോൾ 2 ആപ്പിളും 3 ഓറഞ്ചും, ഓക്കെ, അല്ലെങ്കിൽ 1 ആപ്പിളും 5 ഓറഞ്ചും ഒരു കോമ്പിനേഷനാണ്. ഒരു കോമ്പിനേഷൻ, ഒരു എക്സാമ്പിൾ പറയാം, ഒരു കോമ്പിനേഷനാണ് 2 ആപ്പിളും 3 ഓറഞ്ചും, അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റിയും. ഇനി രണ്ടാമത്തെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആപ്പിളും 5 ഓറഞ്ചും, ഇതൊരു മറ്റൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ കോമ്പിനേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും രണ്ടാമത്തെ കോമ്പിനേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒക്കെ എന്താണ്? സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് ഹി ഗെറ്റ് ദ സെയിം ടോട്ടൽ യൂട്ടിലിറ്റി വെദർ ഹി ചൂസ് വൺ ഓർ ദി അതർ സച്ച് കോമ്പിനേഷൻ. ഏത് കോമ്പിനേഷൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാലും യൂട്ടിലിറ്റി കിട്ടുന്നത് സെയിം യൂട്ടിലിറ്റി ആണ്. ഇഫ് ഹി ചൂസ് വൺ കോമ്പിനേഷൻ ഹി ഈസ് ഇൻഡിഫറൻറ്റ് അബൌട്ട് ദി അതർ കോമ്പിനേഷൻ. അപ്പോൾ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും മറ്റു കോമ്പിനേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒക്കെ എന്താണ്? സെയിം ലെവൽ ഓഫ് യൂട്ടിലിറ്റി ആണ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് എന്ത് പറയാം? യൂട്ടിലിറ്റി ഇൻഡിഫറൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഈ ഇൻഡിഫറൻസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാം. ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുമ്പോൾ അതൊരു ഇങ്ങനെ ആവും അല്ലേ? നമ്മൾ വരച്ചിട്ടുള്ളതാണ് നിങ്ങളൊക്കെ, ഇല്ലെങ്കിൽ അതൊന്ന് നോക്കാം, നിർബന്ധമാണ്. ഇൻഡിഫറൻസ് കർവ് പഠിക്കുമ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്നുള്ളത്? ഫസ്റ്റ്, ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇൻഡിഫറൻസ് കർവ് എന്നുള്ളത് ഡൗൺവേർഡ് ആണ് അല്ലേ? ഡൗൺവേർഡ് ആണ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, ദ ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദി പോയിന്റ് ഓഫ് ഒറിജിൻ. ഇതാണ് പോയിന്റ് ഓഫ് ഒറിജിൻ, അതിനോട് എന്താണ്? കോൺവെക്സ് ആണ്. ഇങ്ങനെയാണ് ഇൻഡിഫറൻസ് കർവ് വരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ പ്രോപ്പർട്ടീസ് വരയ്ക്കുമ്പോൾ അതെന്ത് ചെയ്യുക? അതിൻ്റെ കൂടെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഗ്രാഫും കൂടി ഒന്ന് വരയ്ക്കൽ നല്ലതാണ്. ഇൻഡിഫറൻസ് കർവ് ഹാസ് നെഗറ്റീവ് സ്ലോപ്പാണ് അല്ലേ? നെഗറ്റീവ് സ്ലോപ്പാണ്. അതെന്ത് ചെയ്യും? ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരും. 2 ഇൻഡിഫറൻസ് കർവ് കനോട്ട് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. 2 ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും ഇങ്ങനെ എന്ത് ചെയ്യില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോമ്പിനേഷന് സെയിം സാറ്റിസ്ഫാക്ഷൻ സെയിം ആണ്, മറ്റേ കോമ്പിനേഷനിൽ നിന്നും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്താകും? സെയിം ആകും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഒരിക്കലും 2 ഇൻഡിഫറൻസ് കർവ് തമ്മിൽ എന്ത് ചെയ്യില്ല? കൂട്ടി മുട്ടില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. Then higher indifference curve represent higher level of satisfaction and lower than lower indifference curve. ഇപ്പോൾ ഇൻഡിഫറൻസ് കർവ് ഹയർ ഇൻഡിഫറൻസ് കർവാണിത് അല്ലേ? രണ്ടാമത് വരച്ചത് ഹയർ ഇൻഡിഫറൻസ് കർവാണ്. അപ്പോൾ അതിന് നമ്മൾ ഇൻഡിഫറൻസ് കർവ് 2 എന്നിട്ട് കൊടുത്തു, ഫസ്റ്റത്തേന് ഇൻഡിഫറൻസ് കർവ് 1 എന്നിട്ട് കൊടുത്തു. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് 1നേക്കാൾ കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇൻഡിഫറൻസ് കർവ് 2ൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹയർ ഇൻഡിഫറൻസ് കർവിന് ഹയർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും, ലോവർ ഇൻഡിഫറൻസ് കർവിന് ലോവർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് നോക്കാനുള്ളത്. നിർബന്ധമായിട്ടും സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ഈ ഒരു പോയിന്റ് ഒക്കെ നോക്കുക. കൂടാതെ വേറെ കുറച്ച് ടോപ്പിക്കുകളുണ്ട്, 2 മാർക്കിന് വരുന്ന ടോപ്പിക്കൊക്കെ ഉണ്ട്, അത് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഓക്കെ, അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു ഏരിയാസ് എന്തായാലും കവർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.